ഹിന്ദുക്കളുടെ ദേവതകളിൽ ഒന്നാണ് ഗന്ധർവൻ. ഗന്ധർവന്മാർ ദേവലോകത്തെ ഗായകരാണ്. ഇവർ അതിസുന്ദരന്മാരുമാണ്. ശരീര സൗന്ദര്യത്തിലും ആകാരഭംഗിയിലും അനുഗ്രഹീതരായ ഇവർ ആകാശചാരികളായി ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിക്കാറുള്ളതായി പുരാണങ്ങൾ പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായ മഹാഭാരതത്തിൽ ഗന്ധർവന്മാരെക്കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. ഗന്ധർവന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയം ഗന്ധർവയാമം എന്നാണ് അറിയപ്പെടുന്നത്. അപ്സരസുകളാണ് ഗന്ധർവന്മാരുടെ പത്നിമാർ. ഗന്ധർവ സ്ത്രീകളെന്നും അപ്സരസുകൾ അറിയപ്പെടുന്നു. അപ്സരസുകൾ ദേവസദസ്സിലെ നർത്തകിമാരാണ്. അപ്സരസുകൾ അതിസുന്ദരികളാണ്. അവർക്ക് നിത്യ യൗവനമുണ്ട്. രംഭ, ഉർവശി, മേനക, തിലോത്തമ എന്നിവരാണ് ഏറ്റവും പ്രശസ്തകളായ അപ്സരസുകൾ. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉയർന്നു വന്നവരാണ് അപ്സരസുകളെന്ന് വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ പറയുന്നു. സരസിൽ നിന്നുണ്ടായവർ എന്ന അർത്ഥത്തിലാണ് അപ്സരസ് എന്ന പേരുണ്ടായത്. കശ്യപന് ഭാര്യ മുനിയിലുണ്ടായതാണ് അപ്സരസുകളെന്ന് ഭാഗവത പുരാണത്തിൽ പറയുന്നു. പ്രഥയുടെ മക്കളാണ് അപ്സരസുകളെന്ന് ഭാരതത്തിൽ പറയുന്നു. 60 കോടി അപ്സരസുകൾ ഉണ്ടെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. മഹാഭാരതത്തിൽ 45 അപ്സരസുകളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഋഗ്വേദത്തിലും അപ്സരസുകളെ പറ്റി പരാമർശമുണ്ട്. ഉർവശിയും ഭർത്താവായ പൂരൂരവസും തമ്മിലുള്ള സംഭാഷണമാണ് ഒരു സൂക്തത്തിലെ പ്രതിപാദ്യ വിഷയം. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ ഇവരെ ഋഷിമാരുടെ തപസ് മുടക്കാൻ അയച്ച പല സന്ദർഭങ്ങളെക്കുറിച്ചും പുരാണേതിഹാസങ്ങളിൽ പറയുന്നുണ്ട്. തിരസ്കരണീ വിദ്യ വശമുള്ള ഇവർക്ക് ഇഷ്ടാനുസരണം രൂപം മാറാൻ കഴിയും. ആകാശ സഞ്ചാരവും ഇവർക്ക് വശമാണ്. വീരമൃത്യു അടയുന്നവരെ വരണമാല്യവുമായി അപ്സരസുകൾ കാത്തുനിൽക്കുന്നു എന്നും പറയപ്പെടുന്നു. ഗന്ധർവന്മാർക്ക് മനുഷ്യരെ അനുഗ്രഹിക്കാനും ശപിക്കുവാനുമുള്ള ശക്തി ഉണ്ടത്രേ. 64 കലകളും ഇവർക്ക് വശമാണ്. മഹാഭാരതത്തിൽ അർജുനനെ നാട്യശാസ്ത്രം പഠിപ്പിച്ചത് ഒരു ഗന്ധർവനാണ്. ആയോധന കലയിലും അതീവ നൈപുണ്യം നേടിയവരാണ് ഗന്ധർവന്മാർ. സൗരഭ്യമുള്ള വസ്ത്രങ്ങൾ അണിയുന്ന ഇവർ ദേവേന്ദ്ര സദസ്സിൽ സോമരസം അഥവാ മദ്യം നിർമ്മിക്കുകയും ദേവന്മാർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നവരായി പറയപ്പെടുന്നു. നിർമ്മിക്കുന്നതിനുമപ്പുറം സോമരസം ഉപയോഗിക്കാൻ അവകാശമില്ലാത്തവരുമാണ് ഗന്ധർവന്മാർ. ഗന്ധർവന്മാർ ശരിയായി സൂക്ഷിക്കാതെ വച്ച സോമരസം അസുരന്മാർ കട്ടെടുത്തതായും ദേവേന്ദ്രൻ അസുരന്മാരിൽ നിന്നും വീണ്ടെടുത്തതായും പറയപ്പെടുന്നു. സോമരസം സൂക്ഷിക്കാത്തതിന്റെ ശിക്ഷയായി ഗന്ധർവഗണത്തെ ദേവേന്ദ്രൻ സോമരസം ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കി. 4433 ഗന്ധർവഗണങ്ങൾ ഉള്ളതായി പറയപ്പെടുന്നു. അതിൽ കുറച്ച് ഗന്ധർവന്മാരെ മാത്രമേ തന്ത്രശാസ്ത്രത്തിൽ മന്ത്രസഹിതം അറിയാനുള്ളൂ. നാഗഗന്ധർവൻ, മത്സ്യഗന്ധർവൻ മുതലായവരാണ് മറ്റു ചില ഗന്ധർവന്മാർ. ഗന്ധർവന്മാരുടെ രാജാവായി ശ്രീ വിശ്വാവസസ് എന്ന ഗന്ധർവൻ അറിയപ്പെടുന്നു. പാർവതീ ദേവിയുടെ വാഹനം ഐശ്വര്യഗന്ധർവനാണെന്ന് പറയപ്പെടുന്നു. ഐശ്വര്യഗന്ധർവൻ പാർവതീ ദേവിയുടെ വാഹനമാകുമ്പോൾ ഐശ്വര്യയക്ഷി ദേവിയുടെ അനുചാരിണിയായി മാറുന്നു. കേരളത്തിൽ പല തറവാടുകളിലും ഗന്ധർവന് സ്ഥാനം നൽകി ആരാധിച്ചിരുന്നു. പച്ചപ്പട്ട് ഞൊറിഞ്ഞുടുത്ത് കരിമ്പ് വില്ലേന്തി പുഷ്പബാണങ്ങൾ 5 ധരിച്ച് ആഢ്യത്വത്തിന്റെ അധികാര ചിഹ്നമായി തലക്കെട്ട് കെട്ടി താമ്പൂല ചർവിതനായി സുന്ദരമുഖത്തോടുകൂടി ഐശ്വര്യയക്ഷി സമേതനായി ഐശ്വര്യഗന്ധർവൻ ഗൃഹങ്ങളിൽ വസിക്കുന്നു എന്നാണ് സങ്കല്പം. ഗന്ധർവന് വൈഷ്ണവമായും ശൈവമായും പൂജകൾ നടന്നിരുന്നു. പഞ്ചവർണ്ണപ്പൊടികളിൽ തിരുരൂപം വരച്ച് ഗാനങ്ങൾ ആലപിച്ച് പണ്ട് ആരാധനകൾ നടന്നിരുന്നു. വിദ്യാഗുണത്തിന്, കുടുംബ ഭദ്രതയ്ക്ക്, സംഗീത മികവിന്, അഭിനയരംഗത്തുന്നതി ഉണ്ടാവാനും എന്നു തുടങ്ങി പല ഭൗതിക നേട്ടങ്ങൾക്കും ഗന്ധർവന്റെ ഉപാസന ഫലപ്രദമാണത്രേ. പത്നി സമേതനായി ഗന്ധർവ ഭഗവാനെ പൂജിക്കുന്നതാണ് ഉത്തമമെന്ന് പറയപ്പെടുന്നു. ചിത്രശലഭമാകാനും മഴമേഘങ്ങളാകാനും പാവയാകാനും പറവയാകാനും മാനും മനുഷ്യനുമാവാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗന്ധർവന്മാരെ കുറിച്ച് നിരവധി കഥകളുണ്ട്. മനുഷ്യഭാവനയെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു സങ്കല്പം മറ്റെങ്ങും കാണാനാവില്ല. ഭൂമിക്കും സ്വർഗത്തിനുമിടയിൽ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഗഗനസഞ്ചാരികളുടെ കഥ പറഞ്ഞാലും തീരാത്തതാണ്. കന്യകമാർക്കും ഗർഭിണികൾക്കും ഗന്ധർവബാധ ഉണ്ടാകുമെന്ന വിശ്വാസം ഇന്നും പഴമക്കാർക്കിടയിലുണ്ട്.
ഗന്ധർവദേവതകൾ അഷ്ടമി തിഥിയിലാണ് പ്രവേശിക്കുക എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗന്ധർവന്മാർക്ക് പല പേരുകളുണ്ട്. ആകാശഗന്ധർവൻ, ഐശ്വര്യഗന്ധർവൻ, അപസ്മാര ഗന്ധർവൻ, പച്ചമാന ഗന്ധർവൻ, പവിഴമാന ഗന്ധർവൻ, രന്തുകാമൻ, ഹന്തുകാമൻ, ഭോക്തുകാമൻ മുതലായവരാണവർ. ചില ഗന്ധർവന്മാർ പല രീതിയിൽ മനുഷ്യരെ ഉപദ്രവിക്കുന്നവരാണ്. ആകാശഗന്ധർവന്മാരിൽ രാജാവ് ചിത്രരഥനും ഐശ്വര്യഗന്ധർവന്മാരിൽ രാജാവ് ചിത്രാംഗതനുമാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അരക്തമൊഴിഞ്ഞാണ് ഗന്ധർവബാധ ഒഴിവാക്കുന്നത്. അരക്തമെന്നാൽ രക്തമല്ലാത്തത് എന്നാണ് അർത്ഥം. മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ശർക്കരയും ഇളനീർ ജലത്തിൽ കലർത്തിയാണ് അരക്തമുണ്ടാക്കുന്നത്. അതിലേക്ക് പൂക്കുലയും മുല്ലപ്പൂവും ചേർക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന അരക്തത്തിന് ഗന്ധർവശക്തിയെ ആകർഷിക്കാനുള്ള ഒരു പ്രകൃതിദത്തമായ കഴിവുണ്ടത്രേ. അരക്തവും ഗന്ധർവന്മാരുമായി ഒരു അഭേദ്യ ബന്ധമാണ് കാണുന്നത്. സുരഭില കുസുമങ്ങളെ അലങ്കരിച്ച് കൂനയായി കൂട്ടിവെച്ച് വർണ്ണപ്പൂപ്പട ഒരുക്കി പഞ്ചവർണ്ണപ്പൊടികൾ പ്രകൃതിദത്തമായി ഉണ്ടാക്കി നിലത്ത് ഗന്ധർവൻ രൂപക്കള്ളം നിർമ്മിച്ച് ഉടുക്കുകൊട്ടി ഗന്ധർവന്റെയും യക്ഷിയമ്മയുടെയും ചരിത്രങ്ങൾ കാമരസ ചിന്തകളോടെ പാടി സ്തുതിച്ചാണ് ഗന്ധർവനെ പ്രീതിപ്പെടുത്തുന്നത്. അതൊക്കെ ഗന്ധർവ ഉപാസനയിൽ വളരെ രഹസ്യമായ കാര്യങ്ങളത്രേ. ഗന്ധർവ ഉപാസന വളരെ ശ്രദ്ധിച്ചും രഹസ്യമായും ചെയ്യേണ്ടുന്ന ഒന്നാണെന്ന് പറയപ്പെടുന്നു. എന്തെങ്കിലും പിഴവുണ്ടായാൽ മാനസിക രോഗമാണ് ഫലമെന്നും അതുകൊണ്ട് ഗുരുഭക്തിയോടെയും ഗുരു ഉപദേശത്തോടെയും കൂടിയും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒന്നാണെന്നാണ് വിശ്വാസം. ഗന്ധർവബാധ കൊണ്ടുള്ള ദോഷങ്ങൾ അകറ്റാൻ ഗന്ധർവപ്രീതി വരുത്തി ബാധ ഒഴിപ്പിക്കുകയാണ് മാർഗം. ഗന്ധർവൻ തുള്ളൽ, കെന്തറോൻ പാട്ട്, മലയൻ കെട്ട്, തെയ്യാട്ട്, കളംപാട്ട്, കോലം തുള്ളൽ തുടങ്ങിയ അനുഷ്ഠാനങ്ങളാണ് ഇതിന് വിധിച്ചിരിക്കുന്നത്. ഗന്ധർവബാധയുണ്ടായാൽ മറ്റു മന്ത്രവാദ ക്രിയകൾക്കും വിധിയുണ്ടത്രേ. പഞ്ചവർണ്ണ പൊടികൾ കൊണ്ടാണ് ഗന്ധർവൻ കളം ഉണ്ടാക്കുന്നത്. കേരള കലാചാതുരിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ കളമെഴുത്ത്. ഗന്ധർവന്മാർ ഗായകരായതുകൊണ്ട് അനുഗ്രഹീത ഗായകരെയും ഗന്ധർവനെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഗാനഗന്ധർവനെന്നാണല്ലോ നമ്മൾ മലയാളികൾ യേശുദാസിനെ വിശേഷിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ ഗന്ധർവ ക്ഷേത്രങ്ങൾക്ക് വളരെയേറെ പ്രത്യേകതകളുണ്ട്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിൽ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിലുള്ള ആണ്ടൂർ എന്ന സ്ഥലത്ത് ഒരു ഗന്ധർവ ക്ഷേത്രമുണ്ട്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഗന്ധർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. യക്ഷി സമേതനായി ഒരേ ശ്രീകോവിലിൽ വിരാജിക്കുന്ന ഗന്ധർവസ്വാമിയുടെ ക്ഷേത്രമാണ് ശ്രീ ഐശ്വര്യ ഗന്ധർവസ്വാമി ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ മരടിനടുത്ത് ചമ്പക്കര കണ്ണാടിക്കാട് റോഡിലാണ് ചമ്പക്കര വൈഷ്ണവ ഗന്ധർവസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗന്ധർവ പ്രതിഷ്ഠയുള്ള വളരെ അപൂർവമായ ഒരു ക്ഷേത്രമാണിത്. ചരിത്രമനുസരിച്ച് ഈ പ്രദേശത്തെ ഒരു ഈഴവ കുടുംബത്തിൻ്റെതായിരുന്നു ക്ഷേത്രം. ക്ഷേത്രത്തിൽ കഷായം പ്രസാദമായി നൽകിയിരുന്നു. ഇത് വിവിധ രോഗങ്ങളെ സുഖപ്പെടുത്തുമെന്നാണ് വിശ്വാസം. കിഴക്കോട്ട് ദർശനമായാണ് ചതുരശ്രീകോവിലോട് കൂടിയ മനോഹരമായ ശ്രീകോവിൽ. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സംവിധായകരിൽ ഒരാളായ പി പത്മരാജൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത പ്രശസ്തമായ ചലച്ചിത്രമാണ് ഞാൻ ഗന്ധർവൻ. ഭൂമിയിലെ ഒരു കന്യകയെ പ്രണയിക്കുന്ന സുന്ദരനായ ഒരു ഗന്ധർവന്റെ കഥയാണ്. തനിക്ക് മാത്രം കഴിയുന്ന പ്രണയാർദ്രമായ ഭാഷയിൽ അദ്ദേഹം ആ ചിത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനത്തിലെ വരികൾ പോലെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ ദേവസദസ്സിലെ ഗായകരാണത്രേ ഗന്ധർവന്മാർ.